നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 മാർച്ച് 1 മുതൽ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഭാഗ്യവും ഐശ്വര്യവും തേടി വരുന്നൊരു സമയമാണ്. ജ്യോതിശാസ്ത്ര പ്രകാരം ഇവരുടെ ജീവിതത്തിൽ ഇനിയുള്ള സമയങ്ങൾ വളരെയധികം ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായിട്ടുള്ളൊരു സമയവും കൂടിയാണ് നിങ്ങൾക്ക് തെളിയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഈ കാലയളവിൽ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. ഇവിടെ പറയുന്ന 15 നക്ഷത്ര ജാതകർക്കും ലോട്ടറി ഭാഗ്യത്താൽ അതിസമ്പന്നമായിട്ടുള്ളൊരു സമയമാണ്. നമ്മളിവിടെ ഒരിക്കലും നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമെന്ന് പൂർണ്ണമായും പറയുന്നില്ല. ഇവിടെ ലോട്ടറി അടിക്കുവാൻ സാധ്യതകളുള്ള അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ യോഗമുള്ള നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്കതുകൊണ്ട് ഭാഗ്യാന്വേഷികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം അടുത്ത് നിൽക്കുന്നൊരു സാഹചര്യം അത് മനസ്സിലാക്കി ഭാഗ്യാന്വേഷണം നടത്തുന്നവർക്ക് നടത്തുവാൻ കഴിയുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും ഭാഗ്യാന്വേഷികൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോയാണ്. നിങ്ങൾ ഉറപ്പായും ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഭാഗ്യദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനുള്ള സാധ്യതകളും അത് ഏതൊക്കെ സമയവുമാണ് എന്നുള്ളതിനെക്കുറിച്ചും ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എന്ത് തന്നെയായാലും 2025 മാർച്ച് മാസത്തിൽ വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൽ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ്. അശ്വതി നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ഭാഗ്യാന്വേഷണം നടത്തുന്നത് വളരെ ഉചിതമായിരിക്കും. കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പരാജയങ്ങളെയും അതിജീവിക്കുവാനുള്ളൊരു മാർഗങ്ങളായിട്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ദിനം അല്ലെങ്കിൽ ഈ ഒരു മാസം തെളിഞ്ഞു വരാൻ പോകുന്നത്. കാരണം വളരെയേറെ ഭാഗ്യാനുഭവങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരുവാനും ഭാഗ്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകർ ഭാഗ്യം പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ തലവര മാറ്റിമറിക്കുന്ന സാഹചര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തുറന്നു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്ത ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനങ്ങളുണ്ടാകുന്നതായിരിക്കും. ഇവർ വിദേശത്തായാലും സ്വദേശത്തായാലും നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുറപ്പായും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ഈ മാസം ലഭിക്കുവാൻ കാരണമായി തീരുന്ന സമയമാണ്. അത് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി സമ്മാനങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ നമുക്കൊരു പക്ഷേ വന്നു ചേരുന്നത് വളരെ നമ്മുടെ പ്രാർത്ഥനയുടെയും നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനയുടെയും ഐശ്വര്യത്തിൻ്റെയും അല്ലെങ്കിൽ ഐക്യതയുടെയൊക്കെ ഒരു പരിണാമ ഫലമായിട്ടായിരിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും രാവിലെ കുളിച്ച് തൊഴുത് വൃത്തിയായിട്ട് വേണം നിങ്ങളുടെ ഭാഗ്യമൊക്കെ പരീക്ഷിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. കാരണം അതിരാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുക, ക്ഷേത്രങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാമുള്ളൂ, നിങ്ങളെ ഭാഗ്യം അന്വേഷിക്കുവാൻ ഇറങ്ങി പുറപ്പെടാമുള്ളൂ. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഫലം മാത്രമേ കിട്ടുകയുള്ളൂ. ഉറപ്പായും നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്കുറപ്പായും വലിയ മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട, ഇപ്പം ഭാഗ്യാന്വേഷണമല്ല മറ്റെന്ത് കാര്യത്തിനായാലും ശരി, രാവിലെ ഉറക്കം എഴുന്നേറ്റ് വീട്ടിൽ വിളക്ക് തെളിയിക്കുക. അതുപോലെ തന്നെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി അതിരാവിലെ കുളിച്ച് വൃത്തിയായിട്ട് പോയി പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പോവുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ തടസ്സങ്ങളും മാറി വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ദുഃഖ ദുരിതങ്ങളും വെടിയുന്നൊരു സമയമാണ്. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള യോഗങ്ങൾ കാണുന്നു. സമ്പന്നതയും സൗഭാഗ്യവും ജീവിതത്തിൻ്റെ കൂടെ വന്നു ചേരുന്ന സമയമൊക്കെയാണ്. നിങ്ങൾ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ ശാസ്ത്രക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക, ശാസ്താവിന് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും മാറുന്നതായിരിക്കും. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ്. ഭാഗ്യം കൊണ്ട് നെറുകയിലേക്ക് എത്തിച്ചേരുന്നൊരു സമയമൊക്കെയാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ധാരാളം ജീവിതത്തിൽ ലഭിക്കും. നിങ്ങൾക്ക് സമ്പത്ത് കൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങളൊക്കെ ജീവിതത്തിൽ ലഭിക്കും. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ പ്രാർത്ഥിക്കുക. മനസ്സിൽ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വിളക്ക് തെളിപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ലക്ഷ്മി ദേവി എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമേ, കടാക്ഷിക്കണമേ എന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്കുറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഭാഗ്യാന്വേഷികളാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യാന്വേഷണം തുടരുക. ജീവിതത്തിൽ ഉറപ്പായും മാർച്ച് മാസം വലിയ മാറ്റവും വലിയ നേട്ടങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത്. അടുത്തത് മകീരം നക്ഷത്ര ജാതകരാണ്. ഈ മകീരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്ന സമയമാണ്. നിങ്ങൾക്ക് കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ എല്ലാ മേഖലയിൽ നിന്നും സമ്പത്ത് ഇങ്ങനെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അപ്പം ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒരു ഗണപതി ഹോമമൊക്കെ നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറി സമ്പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനും ഇതൊക്കെ കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യം തെളിയുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി ഒരു ഗണപതി ഹോമം നടത്തുക. ഉറപ്പായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി സമ്പൂർണ്ണ വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ഈ നക്ഷത്ര ജാതകർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യം പരീക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ആ ദിവസം നിങ്ങളൊരു മഞ്ഞപ്പട്ട് നിങ്ങളുടെ കയ്യിൽ കരുതുന്നതും ഐശ്വര്യത്തിന് കാരണമായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ലോട്ടറിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ കുളിച്ച് വൃത്തിയായി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത്. അത് രാവിലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായും ലഭിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. പുണർതം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം വെടിഞ്ഞ് സമ്പൂർണ്ണ വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകരും ഭാഗ്യം പരീക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ നക്ഷത്ര ജാതകർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യം പരീക്ഷിക്കുന്നത് ഉത്തമമായിരിക്കും. അതിനു മുമ്പായി തന്നെ ഈ ഭാഗ്യം പരീക്ഷിക്കുന്ന സമയത്ത് 1 രൂപ വെള്ളി നാണയം തലയ്ക്ക് ചുറ്റും 3 പ്രാവശ്യം ഒഴിഞ്ഞ് ഏതെങ്കിലും ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇടുക. അതായത് അവിടുത്തെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ഇടുന്നത് ഉത്തമമായിരിക്കും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വെടിഞ്ഞ് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും ഭാഗ്യങ്ങളും തെളിയുന്ന സമയമാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹം ധാരാളം ലഭിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നതായിരുന്നു. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കുക, കുടുംബത്തിൽ വിളക്ക് തെളിയിക്കുക. ഉറപ്പായും വലിയ മാറ്റങ്ങളുണ്ടാകും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളെല്ലാം വെടിഞ്ഞ് സമ്പൂർണ്ണ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഈ സമയം കാര്യവിജയങ്ങളും ഐശ്വര്യങ്ങളും ധാരാളം ലഭിക്കുവാൻ കാരണമായി തീരുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക. ഭാഗ്യം അന്വേഷിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള സമയം കൂടിയാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളുണ്ടാകും. വിജയത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി മേഖലകളിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. സംരംഭങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഭാഗ്യാന്വേഷണം നടത്തുന്നവർക്ക് പ്രൈസുകളും അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ സമ്പത്ത് ആർജിക്കുവാൻ കഴിയുന്ന സമയമൊക്കെ മുമ്പിൽ തെളിയുന്നതാണ്. ഈ നക്ഷത്ര ജാതകർ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭാഗ്യം പരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ജീവിതത്തിൽ അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്തത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്ര ജാതകർ ഭാഗ്യാന്വേഷികളാണെങ്കിൽ മാത്രം നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കുക. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ ലഭിക്കുന്നൊരു സമയമാണ്. ഒരുപക്ഷെ ഊഹക്കച്ചവടത്തിൽ ധാരാളം സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയുന്നൊരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി നാളികേരം ഉടയ്ക്കുകയും കറുകമ്പാൽ സമർപ്പിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായ സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ദുരിത കാലഘട്ടങ്ങൾ പൂർണ്ണമായും അസ്തമിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുവാനും ഈ സമയം ഗുണകരമായിട്ടുള്ള സമയമാണ്. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തുക. സമ്പൂർണ്ണ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ മാർച്ച് മാസത്തോടു കൂടി നിങ്ങൾക്ക് തീർത്തെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. സൽപ്രവർത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുക. അടുത്തത് പൂരുട്ടായ നക്ഷത്ര ജാതകരാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.
ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ കിട്ടുന്ന സമയമാണ്. വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. കച്ചവടങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. വിദേശത്തായാലും സ്വദേശത്തായാലും നിൽക്കുന്നൊരു ഭാഗ്യം ധൈര്യമായിട്ട് നിങ്ങൾ പരീക്ഷിക്കുക. നിങ്ങൾക്ക് ഉറപ്പായും നല്ല റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. ജ്യോതിശാസ്ത്രപ്രകാരം ഇവർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്ന സമയമാണ്. ധനാഗമത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ വിവിധമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ സമയങ്ങളിൽ നിങ്ങൾക്കുണ്ടാകും. സകല തടസ്സങ്ങളും മാറുന്നതായിരിക്കും. സുഖാനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. നിങ്ങളുടെ സാമ്പത്തിക ദുഃഖങ്ങൾ മാറുന്നതായിരിക്കും. നിങ്ങളുടെ ശത്രു പോലും അമ്പരന്ന് നിങ്ങളെ നോക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകർക്കും ഇരട്ട ലോട്ടറി ഭാഗ്യമാണ് കാണുന്നത്. നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. കുടുംബസമേതം കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അതിസമ്പന്നമായൊരു കാലഘട്ടമാണ്. വളരെയധികം സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും വന്നു ചേരുന്ന ഈ ഒരു സമയത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 15 നക്ഷത്ര ജാതകർക്ക് മാർച്ച് 1 മുതൽ വരാൻ പോകുന്നത് വളരെയധികം ഐശ്വര്യങ്ങളും കാര്യവിജയങ്ങളുമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ട ലോട്ടറി ഭാഗ്യം പോലും തെളിഞ്ഞു വരുവാൻ കാണപ്പെടുന്ന ഒരു സമയമൊക്കെയാണ്. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ്.